ബ്യൂട്ടി ടൈമിലും ആണെങ്കിലും ഇന്നലത്തെ ആ ഒരു ഷോക്ക് വിട്ടുമാറിയില്ല. ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ്, റോയ് സാറ്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഐഡിയ സ്റ്റാർ സിംഗർ, ബിഗ് ബോസ്, അതിലൂടെയൊക്കെ ഒരുപാട് സംഗതിയിലൂടെ നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞതാണ്. ഒരുപാട് സഹായങ്ങൾ പലർക്കും ചെയ്യുന്നൊരു വ്യക്തി. ശരിക്കും ഫാമിലിയിൽ ഒരാൾ പോയാൽ അതൊരു ടെൻഷൻ, ഇനി അദ്ദേഹത്തിലല്ലോ എന്നുള്ളൊരു വിഷമം ഒക്കെ. പക്ഷെ എന്താ കാരണം, ഏതാ കാരണം എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇന്നലെ ഒരുപാട് ചിന്തിച്ചു. നമ്മൾ വിചാരിക്കും ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ ഒരുപാട് സമാധാനം ഉണ്ടാവുന്നു. എല്ലാം വെറുതെ അല്ലേ. ശരിക്കും അദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്ന് നമുക്കറിയത്തില്ല. ഇനി ഏതേ രീതിയിൽ ടെൻഷനാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ പലരും നമ്മളെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടിപ്പോൾ പറയാറുണ്ട്, കണ്ടോ റോയ് സാറ് വരെ പോയി, എന്താ പറയുക, ഒരുപാട് പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, സമാധാനമാണ് വേണ്ടത് എന്നൊക്കെ. പക്ഷെ ചിലവർക്കത് മനസ്സിലാവില്ല. കുറഞ്ഞ പണമുള്ളെങ്കിലും കുറച്ച് ക്യാഷും കൊണ്ട് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് അതിലൊരു സന്തോഷം കണ്ടെത്തി ജീവിക്കലാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മിടുക്കായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഒരുപാട് പണം ഉണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്, പണത്തിന് പണം തന്നെ വേണം. എന്നാലും ഒരുപാട് സന്തോഷമൊന്നും ഒരുപാട് പണം കൊണ്ട് കിട്ടില്ല. പിന്നെ വെച്ചാൽ റോയ് സാർ, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും വേണ്ടപ്പെട്ട ഒരാൾ പോയ ഒരു വിഷമം പോലെ തോന്നും. പക്ഷെ എന്നാലും ഞാൻ ചിന്തിച്ചു ഇന്നലെയൊക്കെ ഇരുന്നിട്ട് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ബിസിനസ് നടത്തുന്നൊരു വ്യക്തിയൊക്കെ അല്ലേ, ചിലപ്പം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരുടെ ഒരു ചതി മനസ്സിലാക്കിയ ദിവസമായിരിക്കുമോ ഇന്നലെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലുണ്ടോ, എന്തെങ്കിലും ഒരു ഡൗട്ട്? അറിയില്ല, ഇതിലൂടെ മീഡിയ വഴിയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു. പെട്ടെന്ന് ആ ഒരു ഷോക്ക് താങ്ങാൻ പറ്റായിട്ടാണോ അദ്ദേഹം അങ്ങനെ പോയത് എന്നെനിക്കറിയത്തില്ല. വേറെ ഇപ്പം എന്തായിരിക്കും അല്ലേ. ശരിക്കും അദ്ദേഹത്തിനും ദൈവത്തിനും മാത്രം അറിയുന്നൊരു സംഗതി. എന്തായാലും നിങ്ങളൊരഭിപ്രായം ഇതിലൊന്ന് രേഖപ്പെടുത്തും. എന്തായാലും അദ്ദേഹത്തിന് ശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.